വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ നമ്മൾ മലയാളികൾ നമ്മളറിയാതെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞു. അത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളും നിർമ്മിച്ചെടുത്ത പുതിയ കോൺഗ്രസ് ഭരണകൂട നിർമ്മാണ പ്രക്രിയക്കകത്താണ്. അവിടെ പ്രധാന ചർച്ച ആരാണ് മുഖ്യമന്ത്രിയാകുമെന്നതാണ്. അത്ഭുതമെന്ന് വിശേഷിപ്പിക്കേണ്ട. പതിവ് പോലെ മാധ്യമങ്ങളും ആ അത്ഭുത ലോകത്തെ അവരാലാകും വിധം ആവാഹിച്ചു കഴിഞ്ഞു. ഇതിന് പ്രത്യക്ഷ ഉദാഹരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ അഭിലാഷ് മോഹൻ നടത്തിയ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചയും മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദ് നടത്തിയ ചില പരാമർശങ്ങളുമാണ്. മാധ്യമ വിചാരണയുടെ വേദിയായ ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചയിൽ, അതായത് സാങ്കല്പിക ചർച്ചയിൽ, അഭിലാഷിൻ്റെ ഇൻട്രോയിൽ ഇങ്ങനെ പറയുന്നു: ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ കേരളത്തിൽ സജീവമാണ്. LDFിൽ പിണറായി വിജയൻ എന്ന ഒറ്റ പേരാണെങ്കിൽ UDFിൽ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ക്യാൻവാസ് ചെയ്ത് തുടങ്ങിയെന്നാണ് വാർത്തകൾ. സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപ്പാറ, ഇടത് സഹയാത്രികനായ ഡോക്ടർ B ജയരാജ്, മാധ്യമപ്രവർത്തകനായ A സജീവൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ എന്നിവരാണ്. ഈ ശ്രീകുമാർ നേരത്തെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് കേരളത്തിലെ എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോയിരുന്നത് എന്ന കാര്യം വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജോർജ് പൊടിപ്പാറയും കോൺഗ്രസ് ആഭിമുഖ്യമുള്ള മാധ്യമപ്രവർത്തകനാണ്. എന്നാൽ ഇടത് ആഭിമുഖ്യമുള്ള മാധ്യമപ്രവർത്തകനായ A സജീവനും ഇടത് സഹയാത്രികനായ ജയരാജും കൂടിയാകുമ്പോൾ ഡിസ്കഷൻ പാനൽ എന്നത് മാതൃഭൂമിയിൽ ഏകപക്ഷീയമാകുന്നില്ല. മറ്റു പലയിടത്തും അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ചർച്ചാ പാനലിൽ 4 പേരുണ്ടാകും. അതിൽ 3 പേർ ഇടതുവിരുദ്ധത നന്നേ തലക്കി പിടിച്ചവരാകും. ഒരാൾ ഇടതുപക്ഷത്തു നിന്നും ഉണ്ടാകും. ഈ പറഞ്ഞ 3 പേരുടെ കൂടെ അവതാരകനോ അവതാരകയോ ചേരും. അങ്ങനെ ഇടതുപദം പൂർത്തിയാക്കിയാണ് ചാനൽ ചർച്ചകൾ നിർവൃതി അടയാറുള്ളത്. ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം നടക്കേണ്ട ചർച്ചയല്ലേ എന്നാണ് N ശ്രീകുമാറിനോടുള്ള ആദ്യ ചോദ്യം. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരുന്നുവെന്നും ശ്രീകുമാർ മറുപടി പറയുന്നു. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവെ തന്നെ ഒരു UDF തരംഗം എന്ന നില വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നില്ല എന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞ ശ്രീകുമാർ തന്നെ ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന സുധാകരൻ്റെ ആദ്യ പ്രതികരണവും പിന്നീട് മുഹമ്മദ് ഷിയാസ് പറഞ്ഞ എറണാകുളത്തു നിന്നും മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന പ്രതികരണവും ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നാകുമെന്ന് ചെന്നിത്തല പറഞ്ഞ കാര്യം ശ്രീകുമാർ പറഞ്ഞതുമില്ല. ചോദ്യം മറ്റൊരു രൂപത്തിൽ അഭിലാഷ് ആവർത്തിക്കുന്നു. അപ്പോൾ ശ്രീകുമാർ കുറച്ചുകൂടെ മാന്യമായ മറുപടി നൽകി. പക്ഷേ ഒരു നേരിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവോ ജില്ലാ നേതാവോ അദ്ദേഹം ഞാൻ ഇന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തുകയാണെങ്കിൽ അത് വളരെ മോശമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കോൺഗ്രസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം കേരളത്തിലെ ജയിച്ചു വന്ന MLA-മാരിൽ നിന്ന് അവരുടെ അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് ചർച്ചകൾ ആരംഭിക്കുക. അല്ലാണ്ട് ഒരാളെ ആദ്യം തന്നെ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. ഇതുമാത്രമല്ല, ഇക്കാണായ മുഖ്യമന്ത്രി ചർച്ചയൊക്കെയും CPM-നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന യമണ്ടൻ കണ്ടെത്തലും ശ്രീകുമാർ നടത്തിക്കളഞ്ഞു. സോഷ്യൽ മീഡിയയിലെ CPM-ൻ്റെ അണികളെയും അതുപോലെ CPM നേതാക്കളെയൊക്കെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഇത്രയും കാലം 10 വർഷം ഭരിച്ചവരെ പുറത്തിരിക്കാൻ പോകുന്നു എന്നൊരു സൂചന നൽകിക്കൊണ്ട് ഒരു തന്ത്രം. പിന്നീട് സംസാരിച്ച ഇടത് സഹയാത്രികനായ ഡോക്ടർ B ജയരാജനാകട്ടെ LDF അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഇவ்விதമാണ്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരും. കാരണം ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഈ ഗവൺമെൻറ്റിന് ഇല്ലായിരുന്നു. ഗവൺമെൻറ്റിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പിണറായി വിരുദ്ധർ അല്ലെങ്കിൽ പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ കുറേ നാളുകൊണ്ട് പിന്നെ കനകോലു പഠിച്ച പണി 18 നോക്കി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചു. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓമന പേരിട്ട് വിളിച്ചിട്ട് സകല വർഗീയ കക്ഷികളുമായിട്ടും
നീക്കുപോക്കുകൾ വരുത്താൻ ശ്രമിച്ചു, ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നീട് ചോദ്യം വന്നത് ജോർജ് പൊടിപ്പാറയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസക്തവുമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാങ്കല്പിക ലോകത്തിന് പുറത്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് അടിവരയിടുന്നതാണ് പൊടിപ്പാറയുടെ വാക്കുകൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അലമ്പ് പരിപാടിയാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമില്ല. എങ്കിലും ഹൈക്കമാൻഡിന് മുമ്പിൽ വേറെയും പല പരിഗണനകൾ ഉണ്ടാകും. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. ശ്രീകുമാർ പറഞ്ഞതുപോലെ, അതുപോലെ ജയരാജ് പറഞ്ഞല്ലോ, ഒരു പ്രയോഗം അദ്ദേഹം നടത്തി, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്ഡ് എന്ന്. അതായത് മുട്ട വിരിയുന്നതിന് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം നോക്കരുത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഈസിയായി നടക്കുമോ എന്നതാണ് എ സജീവനോടുള്ള അഭിലാഷിന്റെ ചോദ്യം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം നേടുന്നയാൾ മുഖ്യമന്ത്രിയാകും, അതാണ് വേണ്ടത്. പക്ഷേ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് ഇക്കാര്യത്തിൽ എ സജീവന്റെ മറുപടി. ഇവിടെയുള്ള പ്രശ്നം മത്സരിച്ച രണ്ടുപേരുണ്ട്, മത്സരിക്കാത്ത ഒരാളുണ്ട്. ഇതിലാരെ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കും എന്നുള്ളതാണ്. അല്ല, MLA പിന്തുണയ്ക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈക്കമാൻഡിനെ അനുസരിക്കാത്ത സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ എന്ന് അഭിലാഷ് ഇടയ്ക്ക് കയറി സജീവനോട് ചോദിക്കുന്നു. പക്ഷേ കേരളത്തിൽ സ്ഥിതി അതല്ലെന്നും ഹൈക്കമാൻഡിനെ അംഗീകരിക്കുന്ന പ്രവണത പൊതുവിലുണ്ടെന്നുമാണ് സജീവന്റെ മറുപടി. പിന്നീട് സംസാരിച്ച എൻ ശ്രീകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് സീനിയോറിറ്റിയും സ്വീകാര്യതയുമാണ് എന്ന പോയിന്റ് മുന്നോട്ട് വെച്ചു. എന്നാൽ ജോർജ് പൊടിപ്പാറ എത്തുന്ന പോയിന്റ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരം തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ PD സതീശന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ പാർട്ടിയിലെ അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരള സമൂഹം മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എല്ലാ ഉപതെരഞ്ഞെടുപ്പും, ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പറഞ്ഞിടത്തോളം ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന കാഴ്ചകളുണ്ട്. ചർച്ച അതിദ്രുതം തുടരുമ്പോഴാണ് കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബോംബ് പൊട്ടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെന്നിത്തലയെ അകമഴിഞ്ഞു പിന്തുണച്ച സുധാകരൻ ഒറ്റയടിക്ക് മലക്കം മറിഞ്ഞിരിക്കുന്നു. അതായത് KC വേണുഗോപാൽ പക്ഷത്തേക്ക് സുധാകരൻ മാറി എന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പഴയകാല ഗ്രൂപ്പ് പോലെയല്ല ഇന്നത്തെ ഗ്രൂപ്പെന്നും രാവിലെ ഒരു നേതാവിനൊപ്പം കണ്ടയാളെ വൈകുന്നേരം മറ്റൊരു നേതാവിനൊപ്പം കാണാൻ കഴിയുമെന്ന് എൻ ശ്രീകുമാർ തെളിച്ചമൊട്ടും കുറയാതെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി. അപ്പം കാണുന്നവനെ നേതാവേ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നവരാണ് കോൺഗ്രസ് MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ നാടൻ മലയാളം. UDF എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുമ്പോൾ MLA-മാർ വെച്ചാൽ പഴയ കാലത്തെ ഗ്രൂപ്പിസ് അല്ലെന്ന് ഞാൻ നേരത്തെ പറയാൻ തുനിഞ്ഞതാണ്. അപ്പോഴേക്കും സമയമില്ലാത്തതുകൊണ്ടാണ്. പഴയ കാലത്തെ പോലെയല്ല, ഇന്ന് രാവിലെ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളെ വൈകുന്നേരം മാറും, സംശയം വേണ്ട. അപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ ആ സമയത്തുള്ള മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും. പക്ഷേ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ കക്ഷി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും KC വേണുഗോപാലിനെ പോലെ വളരെ ബുദ്ധിമാനായ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. മാതൃഭൂമിയുടെ സാങ്കല്പിക ലോകത്തു നിന്നും ഇനി മീഡിയ വണ്ണിൻ്റെ സാങ്കല്പിക ലോകത്തേക്ക് ഒന്ന് പോയി വരാം. അവിടെ താരം മാനേജിംഗ് എഡിറ്റർ കൂടിയായ C ദാവൂദാണ്. നമ്മൾ ഇത്രയും നേരം കേട്ട കാര്യങ്ങളിൽ നിന്നും നേർ വിപരീതമായ ഒരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയുണ്ടെങ്കിൽ അതിനെന്താണ് കുഴപ്പമെന്നാണ് ദാവൂദിൻ്റെ വാദം. കൊള്ളാമല്ലോ സംഗതി എന്ന് കരുതിയപ്പോഴേക്കും ദാവൂദ് ഒരു മുൻകൂർ ജാമ്യം എടുത്തു. ഇനി അത്തരത്തിലൊരു ചർച്ച ഉണ്ടെന്ന് വിചാരിക്കുക, അതിലെന്താ കുഴപ്പം? ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന സംഗതി. ഒരു പാർട്ടി ഇതെല്ലാം അധികാരത്തിൽ ഭൂരിപക്ഷം കിട്ടിയാലുണ്ടാകാവുന്ന സെനാരിയോ ആണല്ലോ. ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേട്ട 3 പേരുകൾ, അതായത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ കൂടാതെ മറ്റൊരു പേര് കൂടി സംഭാവന ചെയ്യുന്നുണ്ട് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ. ആരാണ് അയാൾ? K മുരളീധരൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപാട് പേരുണ്ട് എന്നത് മോശം കാര്യമാണോ എന്നുകൂടി ചോദിക്കുന്നുണ്ട് C ദാവൂദ്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് VD സതീശൻ തുറന്നു പറയാം, അല്ലെങ്കിൽ KC വേണുഗോപാൽ തുറന്നു പറയാം, രമേശ് ചെന്നിത്തല തുറന്നു പറയാം. ഒരാൾ കൂടെ തുറന്നു പറയുന്ന ആഗ്രഹം എനിക്കുണ്ട്. K മുരളീധരൻ കൂടെ തുറന്നു പറയണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ദാവൂദ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. തൻ്റെ വാദം ശരിയെന്ന് വരുത്തി തീർക്കാൻ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ദാവൂദ് കൂട്ടുപിടിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് പിന്നീട് ദാവൂദ് പറയുന്നുണ്ടെങ്കിലും
ആദ്യം തന്നെ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? ഡെമോക്രാറ്റ്സ് ആയിക്കോട്ടെ റിപ്പബ്ലിക്കൻസ് ആയിക്കോട്ടെ, ഇവരിൽ ആര് ജയിച്ചാലും ഗസയ്ക്കോ വെനസ്വലയ്ക്കോ ഇറാനോ നീതി ലഭിക്കില്ലല്ലോ. ഇനി ചരിത്രത്തിലേക്ക് തിരിച്ചു നടന്നാലും ദാവൂദ് ഉദാഹരിച്ച അമേരിക്ക മറ്റ് രാജ്യങ്ങളിലെ ജനാധിപത്യത്തിന് എന്തു വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്? മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃഘടനയായ ശൂറ അംഗം കൂടിയായ മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുടെ അമേരിക്കൻ പ്രണയ മൊഴിമുത്തുകൾ വ്യക്തമാക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ പ്രൈമറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താ പ്രസിഡൻഷ്യൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇലക്ഷനിൽ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെയോ സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് പ്രചാരണം നടത്തുന്നതിന് മുമ്പ് അതേക്കാൾ ഗംഭീരമായ ഒരു പ്രചാരണം വിതിൻ പാർട്ടി നടക്കുന്നുണ്ട്. വിതിൻ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അടച്ചിട്ട മുറികൾക്കകത്തല്ല, ക്യാമ്പയിൻ, പബ്ലിക് ക്യാമ്പയിനായിട്ട്. അതാണ് പ്രസിഡൻഷ്യൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഞാൻ ആണ് പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ എന്നെ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. എൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാഡർമാർക്കിടയിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുകയാണ്. ഞാനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യൻ. ആരെക്കാൾ? അവനേക്കാൾ. അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ട മറ്റേ. ആ ഒരു ദീർഘകാലത്തൊരു ക്യാമ്പയിൻ നടക്കണം, പബ്ലിക് ക്യാമ്പയിനാണ്. അതിൽ ഇവർ വോട്ട് ചെയ്യുന്നു. അതിലാരാണ് ആ പ്രൈമറിയിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്? അയാൾ എന്താവുന്നത്? കാൻഡിഡേറ്റ് ആണ്, പ്രസിഡന്റ് ആണ്, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഓപ്പൺ പ്രൈമറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അമേരിക്കയിൽ അത് വെൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. ലോകത്തൊട്ടേറെ രാജ്യങ്ങളിൽ ആ പ്രാക്ടീസ് ഉണ്ട്. ദാവൂദിൻ്റെ അമേരിക്കൻ തിയറി കേട്ടപ്പോഴാണ് ചേടാ ഞാനിത് നേരത്തെ എവിടെയോ കേട്ടതാണല്ലോ എന്ന് ഓർത്തത്. തപ്പി ഏതാണ്ട് ഒരു മാസത്തോളമുള്ള വീഡിയോ തപ്പിയപ്പോൾ ദാണ്ട കിടക്കുന്നു മറ്റൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനായ എസ് അജിംസിന്റെ അമേരിക്കൻ പ്രേമം. ഉദാഹരണം പറയാം, ഇന്ത്യയിലെ ഉദാഹരണം. എന്തിനാണ് ഇന്റർനാഷണൽ കാര്യം പറയുന്നത് ചോദിക്കരുത്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ് പാർട്ടിയും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ആ സ്ഥാനാർത്ഥി, എനിക്ക് സ്ഥാനാർത്ഥിയാവണോ, ഞാൻ പോയി നോമിനേഷൻ കൊടുക്കും. പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാവാൻ നോമിനേഷൻ കൊടുക്കും. പ്രൈമറികളിൽ മത്സരിക്കും. ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ സ്ഥാനാർത്ഥിയാവും, പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ സ്ഥാനാർത്ഥിയാവില്ല. അപ്പോൾ അതെന്തൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. മാസങ്ങൾ, നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇപ്പോൾ പ്രൈമറി തുടങ്ങിയ അവിടെ നവംബറിൽ നടക്കുന്ന മിഡ് തെരഞ്ഞെടുപ്പിന് മാസങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രൈമറികൾ നടക്കുന്നത് മാസങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്ത് പരിപാടിയാണ്? ഇപ്പൊ ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആവുമോ ഇല്ലയോ എന്നൊക്കെ 7 മാസം കാത്തിരുന്നിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൽക്കാലം നമുക്ക് ഈ സങ്കല്പ ലോകത്ത് നിന്നും പുറത്തേക്കിറങ്ങാം. UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത കുറച്ചു പേരെങ്കിലും നേതാക്കളുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയതോടെയും ഹൈക്കമാൻഡ് വടിയെടുത്തതോടെയും KCയും RCയും VDയും കേസുമെല്ലാം ഒന്ന് പൊടിക്ക് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂട്ടിവെച്ച് പുതിയ സങ്കല്പലോകം നിർമ്മിച്ച് മാധ്യമങ്ങളിൽ ചർച്ച തുടരുക തന്നെ ചെയ്യും. പുതിയ സങ്കല്പലോകം മാധ്യമങ്ങൾ നിർമ്മിച്ചാൽ വീണ്ടും കാണാമെന്ന ഉറപ്പിൽ ന്യൂസ് ലാബിലെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.